ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മത്തൻ്റെ ഇല ഉണ്ടല്ലോ, മത്തൻ്റെ ഇല കൊണ്ട് നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ട്. മത്തന് വേണ്ടിയിട്ടല്ല, മത്തൻ്റെ ഇലയ്ക്ക് വേണ്ടിയിട്ട് മത്തൻ ഉണ്ടാക്കുന്ന ആളാണ്. ഇനി ഇലയുടെ രണ്ട് വശവും നന്നായി കഴുകി വെള്ളം വാർത്തെടുക്കണം. ഇത് ഇലയുടെ ആര് കളഞ്ഞ് ചീന്തി എടുക്കണം. അതിനുശേഷം കൈ കൊണ്ട് തന്നെ പിച്ചി ഇട്ടാൽ മതി. ചിലരത് കത്തി വെച്ച് അരിഞ്ഞെടുക്കും. ഞാൻ പണ്ടൊക്കെ എങ്ങനെയാണ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് പിച്ചി എടുക്കുകയാണ് ചെയ്യുക. ഇതാണ് മത്തൻ്റെ ഇല നന്നായി പിച്ചി വെച്ചത്. കഴുകി പിച്ചി വെച്ചു, ആര് കളഞ്ഞ്. പിന്നെ നമ്മൾ എടുക്കുന്നത് ചെറിയ ഉള്ളി. വലിയ ഉള്ളി എടുക്കാം, പക്ഷേ ചെറിയ ഉള്ളിക്കാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തു ഉള്ളി. കുറച്ച് ഉള്ളി കൂടിയാലും പ്രശ്നമില്ല, നെയ്യ് കയറിയിട്ട് അപ്പം കേടില്ല എന്ന് പറഞ്ഞ പോലെ ഉള്ളി കൂടുതലുള്ള ടേസ്റ്റാണ്. പച്ചമുളക് എനിക്ക് എരിവ് നന്നായി വേണം, അതുകൊണ്ട് പച്ചമുളക് ഞാൻ ഇത്ര എടുത്തു. അത് ആവശ്യത്തിന് എടുക്കാം. വെളുത്തുള്ളി നല്ലതാണല്ലോ ശരീരത്തിന്. ഇനി ഇതെല്ലാം കൂടെ നൈസായിട്ട് അരിഞ്ഞെടുക്കുക. അതെല്ലാം നീളത്തിൽ അരിഞ്ഞെടുത്തു. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞതും വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക, ബ്രൗൺ കളർ ആവുന്നത് വരെ. ഇപ്പോൾ ഉള്ളി ഏതാണ്ട് പാതി വഴന്ന സമയത്ത് ഇനി പച്ചമുളക് ഇട്ടിട്ട് കുറച്ച് നേരം വഴറ്റണം. ഇപ്പോൾ പച്ചമുളകും ഏതാണ്ട് പാതി വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇതിൻ്റെ കൂടെ തന്നെ ഇടുക നല്ലത്. ഇനി നമുക്ക് ഇല ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കാം. അതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം വേവിക്കാം. പിന്നെ ഇതിനകത്ത് കോഴിമുട്ട കഴിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് അത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ. ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഞാനതിനകത്ത് കോഴിമുട്ട ഒഴിക്കുന്നില്ല എന്ന് മാത്രം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ മത്തൻ്റെ ഇല നന്നായി വെന്തിട്ടുണ്ടായിരിക്കും. നന്നായി വെന്ത് കഴിയുമ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് കുറയും, ഇലയല്ലേ, അതുകൊണ്ട്. ഇങ്ങനെ മത്തനില തോരൻ റെഡി.